ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഫ്രൈഡ് റൈസിൻ്റെ ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ ബസുമതി അരി 1 kg കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബസുമതി അരി തന്നെ എടുക്കണം ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഇത് നല്ലോണം കഴുകി നമുക്കൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലോണം കഴുകിയിട്ട് വെള്ളം പാർന്നിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കേട്ടോ ഞാൻ വെള്ളം നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുത്തു, പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തു, വറ്റ് ചോറ് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ചാൽ ഞാൻ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. ഞാൻ വേവട്ടെ. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഈ ഒരു കപ്പിൽ ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി ഈ രീതിയിൽ കട്ട് ചെയ്താൽ കേട്ടോ. പിന്നെ അതേമാതിരി 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇതേമാതിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടോ, ഒരു 5-8 വെളുത്തുള്ളി അല്ലി നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ക്യാബേജ് ഈ രീതിയിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കട്ടോ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അത് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് 3 എഗ്ഗാണ് കേട്ടോ, മുട്ടയാണ്. അത് ഞാൻ ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കാണിച്ചു തരാം. 3 മുട്ട ഇട്ടെടുത്തത് അതുപോലെ ഒരു പാത്രത്തിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ പീസാട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ യെല്ലോ കളർ ഗ്രീൻ പീസാട്ടോ എടുത്തത്, ഗ്രീൻ അല്ല. അത് അവിടെ നിന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള കടായിലേക്കുള്ള ചിക്കൻ ആട്ടോ നേരത്തെ കാണിച്ച് വെച്ച്. പിന്നെ ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാനിൽ തന്നെ നമ്മൾ ചോറ് വേവിച്ച ആ പാനിൽ തന്നെ ഞാനിതാ ആ 3 എഗ്ഗും ഇട്ടെടുത്ത് കുറച്ച് കുരുമുളക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ചിക്കി ഇതാക്കിയെടുക്കാം. അപ്പോൾ അത് ആക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടോ. ഇനി ആ പാനിലേക്ക് തന്നെ 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാട്ടോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ചോറ് നല്ലോണം ഊറ്റിയിട്ടുണ്ട്. ആ ഊറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബീൻസ് ഇട്ട് കൊടുത്തു. ഇനി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വെക്കാത്ത കൂട്ടരൊന്ന് വെച്ച് നോക്കട്ടെ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കടായിൻ്റെ റെസിപ്പി കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കടായിക്കുള്ള അതിലേക്ക് പിന്നെ ചിക്കനിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. നല്ലോണം ഫ്ലെയിം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എല്ലാ മസാലയും ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ യെല്ലോ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഇത് താകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ എഗ്ഗ് ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കി പാല് എഗ്ഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് കാണിക്കാൻ വിട്ടുപോയിട്ടു സോയ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് 1/2 ടീസ്പൂൺ വീതം ടൊമാറ്റോ സോസും സോയാ സോസും. പിന്നെ ഞാനതായതിന് ശേഷം ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ചോറ് ഊറ്റി വെച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി പിന്നെ ഫ്രൈഡ് റൈസാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കടായിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തു. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ 3 അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി ഈ രീതിയിൽ കട്ട് ചെയ്ത എണ്ണയിൽ തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു. ഇനി 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ.
പിന്നെ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മുളക് പൊടി ഉപയോഗിച്ചത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, സാധാ മുളക് പൊടിയല്ല. അതും അതിലേക്ക് ഇട്ടെടുത്തു. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലാണ് ഞാൻ കാണിക്കാൻ വിട്ടത് സോയാ സോസും 1/2 ടീസ്പൂൺ സോയാ സോസും ടൊമാറ്റോ സോസും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറ ഓഫായി പോയിട്ടോ. അത് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കപ്പ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാണ്ട് നേരത്തെ എടുത്തതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കഷ്ണം എടുത്ത് കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ട് അതിലേക്ക് ഇട്ടെടുത്തു. ലാസ്റ്റ് ഇട്ടെടുക്കുക. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടെടുക്കുക. ഇപ്പോൾ ഇതാ രണ്ടും റെഡി ആയിട്ടോ. ഒരു 5-6 സെക്കൻഡ് ഞാൻ നല്ലോണം വറ്റിച്ചെടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.